വർഷങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തുകൊണ്ട് നടന്ന ഒരു പയ്യൻ ഇന്ന് മലയാള സിനിമയിലെ പ്രോമിസിങ് യങ് ആക്ടേഴ്സ് ആയിട്ടുള്ള ചുരുക്കം ചിലരിൽ ഒരാളാണ്. അതുപോലെ തന്നെ ഇന്ന് പലരുടെയും ഫേവറേറ്റ് യങ് ആക്ടറുമാണ്. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് സന്ദീപ് പ്രദീപ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ സിനിമയിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് ഷോർട്ട് ഫിലിം കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്ന ഒരാളാണ് സന്ദീപ് പ്രദീപ്. അതായത് സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന മിക്ക ആൾക്കാരും അവരുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഷോർട്ട് ഫിലിംസ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് ഫ്രണ്ട്സിന്റെ കൂടെ ഷോർട്ട് ഫിലിംസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് സന്ദീപ് പ്രദീപ്. അതുപോലെ ആൾ ഷോർട്ട് ഫിലിംസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആൾക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ ഒരു ഷോർട്ട് ഫിലിമാണ് 2016 ഇറങ്ങിയ ശാന്തി മുഹൂർത്തം എന്ന ഷോർട്ട് ഫിലിം. ആ ഒരു ഷോർട്ട് ഫിലിമിന് ആ ടൈമിൽ തന്നെ, അതായത് 2016 ടൈമിൽ തന്നെ 1 മില്യൺ വ്യൂസ് യൂട്യൂബിൽ കിട്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഇപ്പൊ സന്ദീപ് റീച്ചായി നിൽക്കുന്ന ടൈമിൽ യൂട്യൂബിൽ നിന്ന് ആ ഒരു ഷോർട്ട് ഫിലിം പലർക്ക് സജഷൻ ആയിട്ട് പോകുന്നുണ്ട്. അതിന്റെ കമന്റ് ബോക്സ് ഒക്കെ നിങ്ങൾ വെറുതെ ഒന്ന് എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞൊരു ഷോർട്ട് ഫിലിമാണത്. അങ്ങനെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സന്ദീപ് ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന, അല്ലെങ്കിൽ ആളുടെ ഒരു ഡെബ്യൂ സിനിമ എന്ന് പറയുന്നത് 2019 പുറത്തിറങ്ങിയ 18ാം പടി എന്ന സിനിമയാണ്. ആ ഒരു സിനിമ പലരും കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ ശരിക്കും സന്ദീപിന്റെ ഇന്റർവ്യൂസിലൂടെ ഒക്കെ ആയിരിക്കും ആ സന്ദീപ് ആ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെ പലരും അറിയുന്നത്. അതായത് ആ ഒരു സിനിമയിൽ സന്ദീപിന് കിട്ടിയത് വളരെ ചെറിയൊരു റോളായിരുന്നു. അതിനുശേഷം ആൾ അഭിനയിച്ച ഒരു സിനിമ എന്ന് പറയുന്ന അന്താക്ഷരി എന്ന് പറയുന്ന 2022 OTT റിലീസായ ഒരു സിനിമയാണ്. അത്യാവശ്യം നല്ലൊരു സിനിമയാണ്. പക്ഷെ സന്ദീപിന് ഈ സിനിമയിൽ കിട്ടിയ റോൾ അങ്ങനെ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാത്തൊരു റോളാണ്. ഇപ്പോൾ 18ാം പടി എന്ന് പറയുന്ന ഒരു സിനിമയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ആൾക്ക് ഈ ഒരു സിനിമയിൽ കിട്ടിയിരിക്കുന്ന നല്ലൊരു റോളാണ്. അതിനുശേഷം 2023 ആൾ ഫാലിമി ചെയ്യുന്നത്. ഈ ഒരു സിനിമയാണ് ശരിക്കും ആളുടെ കരിയർ മാറ്റിമറിച്ച സിനിമ. ഈ ഒരു സിനിമയാണ് ആൾക്കൊരു കരിയർ ബ്രേക്ക് ത്രൂ എന്നൊക്കെ പറയുന്നത്. അതായത് കൂടുതൽ ആൾക്കാരിലേക്ക് ആളെ എത്തിച്ച്, അല്ലെങ്കിൽ ആളുടെ ആ ഒരു ക്യാരക്ടർ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ചു. എല്ലാവർക്കും അറിയുന്ന പോലെ ആൾ ഈ ഒരു സിനിമയിലെ ബേസിൽ ജോസഫിന് അനിയനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്ത്. ആൾക്ക് ഈ ഒരു സിനിമയിൽ നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ആൾക്ക് മെയിൻലി ഈ സിനിമയിൽ ചെയ്യാനുണ്ടായിരുന്നത് കോമഡി ആയിരുന്നു. അതുപോലെ തന്നെ ആ സിനിമയിൽ ആൾ ചെയ്ത ആ കോമഡിയിൽ ആ അപ്പൂപ്പനായിട്ടുള്ള കോമഡി സീൻസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ വർക്ക് ആവുകയും ചെയ്തു. അതുകൊണ്ട് ആ ഒരു ക്യാരക്ടറിന് ആൾക്ക് നല്ല രീതിക്ക് തന്നെ അപ്രിസിയേഷൻസ് ഒക്കെ കിട്ടി. അതുപോലെ ഒരുപാട് ആളുകൾ ആ ഒരു ക്യാരക്ടർ ശ്രദ്ധിക്കുകയും ചെയ്തു. അതുകൂടാതെ ആ ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ട് ആൾക്ക് സിംഹ അവാർഡ്സിലേക്ക് ബെസ്റ്റ് ആക്ടർ ഇൻ കോമഡി എന്ന രീതിയിൽ ഒരു നോമിനേഷൻ ഒക്കെ കിട്ടിയായിരുന്നു. അതുകൊണ്ട് ഈ ഒരു സിനിമയാണ്, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറാണ് ആളുടെ കരിയർ മാറ്റിമറിച്ചതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനുശേഷം പിന്നീട് ആളെ സ്ക്രീനിൽ കാണുന്നത് ഈ വർഷം, അതായത് 2025 ഇറങ്ങിയ ആലപ്പുഴ ജിങ്കാന എന്ന സിനിമയിലൂടെയാണ്. ഈ ഒരു സിനിമ ഇപ്പൊ മിക്ക ആൾക്കാരും കണ്ടു കാണും. കാരണം തിയേറ്ററിൽ നല്ല രീതിക്ക് തന്നെ ഓടിയ ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ OTT വന്നപ്പോഴാണെങ്കിലും നല്ല രീതിക്ക് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്ത ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയെക്കുറിച്ച് കറൻലി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ സംസാരിച്ചതാണ്. ഈ ഒരു സിനിമയിലെ ആളുടെ ക്യാരക്ടർ എന്ന് പറയുന്ന ആ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ തന്നെ ഒരു മെയിൻ കളിച്ച് നടക്കുന്ന ഒരാളെന്ന രീതിയിലാണ്. ആ ഒരു ക്യാരക്ടർ ആൾ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ആൾക്ക് സ്കോർ ചെയ്യാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. അതെല്ലാം ആൾ നല്ല വൃത്തിക്ക് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കഷ്ടപ്പെട്ടതുപോലെ തന്നെ കൂട്ടത്തിൽ ആൾ നല്ല രീതിക്ക് തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ആളൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ആളുടെ പുറത്തിറങ്ങിയ പടക്കളം എന്ന സിനിമ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ് പടക്കളം. അതുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ജിതിൻ എന്ന് പറയുന്ന സന്ദീപ് ചെയ്തേക്കുന്ന ആ ഒരു ക്യാരക്ടറും. അതായത് ആൾക്ക് ഇതുവരെ ചെയ്തേക്കുന്നത് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ ഇന്ന് ആളൊരു ഫേവറേറ്റ് യങ് ആക്ടർ എന്ന രീതിയിലേക്ക് വന്നേക്കുന്നതിന് ഏറ്റവും വലിയ കാരണമായിട്ടുള്ള ക്യാരക്ടർ. അതുപോലെ ആൾ ചെയ്തേക്കുന്നത് ഫസ്റ്റ് ആയിട്ട് ആൾ ചെയ്യുന്നൊരു ലീഡ് റോളാണ് ഈ ഒരു സിനിമയിലെ പടക്കളം എന്ന സിനിമയിലെ ജിതിൻ എന്ന ക്യാരക്ടർ. ഈ ഒരു സിനിമയിലെ ആളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അതായത് ഫസ്റ്റ് ഹാഫിൽ വളരെ പാവമായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേന് വേറൊരു റേഞ്ചിലേക്കാണ് പോകുന്നത്. ആ ഒരു ക്യാരക്ടർ ആൾ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആൾക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടുന്നതും അതുപോലെ തന്നെ ആൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ട് നിൽക്കുന്നത്. ഈ ഒരു ക്യാരക്ടറിനോട് ആൾ പ്രൂവ് ചെയ്ത് തന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആൾക്ക് ഒരിക്കലും കോമഡി റോൾസ് മാത്രമല്ല ചെയ്യാൻ പറ്റുന്നത്, ആൾക്ക് മാസും പുൾ ഓഫ് ചെയ്യാൻ പറ്റും. അതാണ് സന്ദീപ് എന്ന നടനെ കറൻലി നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരു 20 തൊട്ട് 30 വയസ്സ് വരെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ പാകത്തിലുള്ള നടന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. അതായത് കറൻലി നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് 20 തൊട്ട് 30 വരെയുള്ള റോൾസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇൻഡസ്ട്രിയിലെ നടന്മാരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. അവരുടെ ഇടയിലേക്കാണ് സന്ദീപ് എന്ന നടന്റെ ഒരു വരവ്. ബാക്കിയുള്ള നടന്മാരിൽ നിന്ന് സന്ദീപിനെ വ്യത്യസ്തനാക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആൾക്ക് മാസ് റോൾസ് കൂടി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ആള് പടക്കളം എന്ന സിനിമയിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. ആ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ആൾ ചെയ്തേക്കുന്ന ഓരോ സാധനവും അത്രയ്ക്ക് അടിപൊളിയാണ്. അതുപോലെ ഫൈറ്റ് സീൻസ് ഒക്കെ വളരെ കിടിലമായിട്ട് തന്നെ ആൾ ചെയ്തേക്കുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ പടക്കളം എന്ന സിനിമ ഒരു ബെറ്റർ സക്സസ് തന്നെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വളരെ ചുരുക്കമാണ് ഇങ്ങനൊരു കോൺസെപ്റ്റ് ഒരു സിനിമ വരുന്നത്. അതായത് ബോഡി സ്വാപ്പ് എന്നൊരു കോൺസെപ്റ്റ്
നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വളരെ ചുരുക്ക സിനിമകളെ വന്നിട്ടുള്ളൂ. സിനിമ തിയേറ്ററിൽ സക്സസ് ആയെങ്കിൽ പോലും ഈ സിനിമ ഒരു ബെറ്റർ സക്സസ് ഡിസേർവ് ചെയ്തെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ബട്ട് സിനിമ OTT-യിലേക്ക് വന്നപ്പോഴത്തേനും ഒരുപാട് ആളുകൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വളരെ നല്ല രീതിക്ക് തന്നെ സിനിമയ്ക്ക് റീച്ച് കിട്ടുന്നുണ്ട്. അതായത് പാൻ ഇന്ത്യ റീച്ച് എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. ആ ഒരു സിനിമയോടൊപ്പം തന്നെ സന്ദീപ് എന്ന നടനെ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ മലയാളത്തിലെ തന്നെ പലരുടെയും ഫേവറേറ്റ് യങ് ആക്ടറായിട്ട് സന്ദീപ് എന്ന നടൻ മാറിക്കഴിഞ്ഞു. എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സന്ദീപ് ഒരു സ്റ്റാർ മെറ്റീരിയൽ ആയിട്ടാണ്. ആളെ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് യൂസ് ചെയ്യാൻ പറ്റട്ടെ, അല്ലെങ്കിൽ ആൾ നല്ല രീതിക്ക് തന്നെ വളർന്നു വരട്ടെ. ആൾ ഇനി ഒരുപാട് നല്ല നല്ല സിനിമകൾ ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്താ ഇതിനെപ്പറ്റി തോന്നിയെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് അടിച്ചേക്ക്. ഓക്കെ, ബൈ.